ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ 10ാമത്തെ സെക്ഷൻ തൊട്ട് 15ാമത്തെ സെക്ഷൻ വരെയുള്ള മോക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ആ ടെസ്റ്റ് കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ എല്ലാവരും തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ചാറ്റിൽ തന്നിരിക്കുന്ന ഈ ലിങ്ക് ജസ്റ്റ് യൂസ് ചെയ്യുക. എല്ലാവരും അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, എല്ലാവരും അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുക. എല്ലാവരും ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തതായിട്ട് നമ്മുടെ കണക്കുകളിൽ കാണിക്കുക ഏറ്റവും ആദ്യം ചെയ്യുന്ന ആൾക്കായിരിക്കും. അപ്പൊ ഒരു ചോദ്യത്തിന് നമുക്ക് 15 സെക്കൻഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കാൽസ്യം കാർബൈഡ്. നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് calcium carbide. Coke and lime, coke and carbide, lime and carbide, calcium carbide and carbide. ഓക്കെ, എല്ലാം നേരിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയത്തിന്റെ ആവശ്യം വരുന്നില്ല. ഏതാണ്? കോക്ക് ആൻഡ് ലൈം ആണ് ഇവിടെ കൃത്യമായ ആൻസർ. കോക്ക് ആൻഡ് ലൈം ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, will production of calcium carbide, which gas is evaporating? Acetylene, oxygen, hydrogen, carbon monoxide. Acetylene, oxygen, hydrogen, carbon monoxide. Okay, answer carbon monoxide. Okay, carbon monoxide ആണ് ഇവിടെ കൃത്യമായ ആൻസർ വരിക. ഓർത്തിരിക്കുക. ഓക്കെ, ബിജു ജസ്റ്റ് ഞാൻ ഈ ലിങ്ക് ഒന്നുകൂടി ഇടാം. ആ ലിങ്ക് വഴി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. How many different grades of calcium carbides are there? 3, 4, 5, 6. കാൽസ്യം കാർബൈഡ് എത്ര ടൈപ്പ് ഉണ്ട്? ഓക്കെ, എനിക്കൊന്നും ഇതാരും തെറ്റിക്കാൻ സാധ്യതയില്ല. ഓക്കെ, കുറച്ചു പേർക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാ 3 ടൈപ്പ്? നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു 3 ടൈപ്സ്? ഏതൊക്കെയായിരുന്നു? 3 ടൈപ്സ് ഏതൊക്കെയായിരുന്നു? ആർക്കും ഓർക്കുന്നുണ്ടോ? ലെമ്പ്, എഗ് ആൻഡ് നെട്ട് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ എല്ലാവരും റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ അധികം സമയം കളയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യമാണ്. The percentage of carbon in acetylene gas. The percentage of carbon in acetylene gas. 80.3, 85.2, 89.5, 92.3. ഓക്കെ, കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 92.3 is the right answer. ബാക്കി 7.7 എന്തായിരിക്കും ഉണ്ടാവുക? ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം അസറ്റിലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരുന്നതാണ്. ഓർത്തിരിക്കുക. കാരണം ഒന്നാമത് എമൗണ്ട് ഓഫ് കാർബൺ നമുക്ക് അറിഞ്ഞിരിക്കണം. 92.3 ആണ്. ഹൈഡ്രജൻ 7.7 ആണ്. C2H2 ആണ് നമ്മുടെ കെമിക്കൽ ഫോർമുല. 3100 to 3300 ഡിഗ്രി ആണ് അവിടെ വരിക. അസറ്റിലിൻ ഗ്യാസിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9056 ആയിരിക്കും. തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഓഡോർ ഏതാണ്? ഗാർലിക് ലൈക്ക് ഓഡോർ ആണ് അല്ലെ? ഗാർലിക് ലൈക്ക് ഓഡോർ ആണ്. ഓർത്തിരിക്കുക. ലിക്വിഡ് ഫോം അറിയപ്പെടുന്ന പേരാണ് അസറ്റോൺ. നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, acetylene gas contains. Acetylene gas contains. Okay, okay, calcium and hydrogen, carbon and hydrogen, calcium carbon and hydrogen, calcium carbon hydrogen for acetylene. Okay, carbon and hydrogen. ഓക്കെ, ഇതുവരെയുള്ള റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇതുവരെയുള്ള റിസൾട്ടില് ഒരേ മാർക്ക് ഒരുപാട് പേര് സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിലും ടൈമിനെ ബേസ് ചെയ്തിട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഫാസ്റ്റസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ കൃത്യമായിട്ട് ഫാസ്റ്റസ്റ്റ് മുഹമ്മദ് ആണ്. രണ്ടാമത് പ്രബീഷ്, യൂനിസ്, ഷാജി, സൂരജ്, അനീഷ് എല്ലാവരും ഒരേ സ്കോർ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
What is the chemical symbol for acetylene? What is the chemical symbol for acetylene? CH4, C4O4, COC2, C2H2. Okay, ആർക്കും തന്നെ തെറ്റില്ല. C2H2 is the right. Next one. 1 volume of liquid acetone can be dissolved. How many volume of acetylene gas under normal pressure? 18, 25, 27, 30. ഇതൊക്കെ മോസ്റ്റ് എക്സ്പെക്ടഡ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചോദിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. Okay, answer 25 or 3. Next one. Will carbide is changing to the hopper. What is the size of the carbide? ND10, ND12, ND14, ND15. Okay, ND14 is the right answer. Okay, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നതിൽ. Okay, next one. നമ്മൾ പ്രധാനമായിട്ട് 2 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ ടു കാർബൈഡ് മെത്തേഡും അതുപോലെ തന്നെ കാർബൈഡ് ടു വാട്ടർ മെത്തേഡും. അപ്പൊ അതും അതിന്റെ പ്രഷർ റേഞ്ചും കാര്യം നമ്മൾ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് തന്നെ റിവൈസ് ചെയ്യാൻ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ കാർബൈഡ് ടു വാട്ടറിലാണ് നമ്മൾ ഗ്രേഡ്സ് യൂസ് 10-14 ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അവിടെ നമുക്ക് 1 kg/cm² ആണ് പ്രഷർ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ അതും കൃത്യമായി എല്ലാം തന്നെ പഠിക്കുക. ഓക്സിജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ നമ്മുടെ അസറ്റിലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഫ്രം യുവർ മൈൻഡ്. അതായത് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് വരുന്നത്? അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് അല്ലെ? ഓക്കെ, ബ്ലാക്ക് ഇൻ കളർ ആയിരിക്കും. റൈറ്റ്, നെക്സ്റ്റ്. വേറെ ഓക്കെ, റൈറ്റ് ഹാൻഡ് ത്രെഡ് 128, 150, 7 mm3. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, പ്ലെയിൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു പോയിന്റ് ആണ് അല്ലെ? ആൾക്കാർ വിട്ടുപോകുന്ന ഒരു പോയിന്റ് ആണ് പ്ലെയിൻ വാട്ടർ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ വാട്ടർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ വാട്ടർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ലീക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ? ലീക്ക് ടെസ്റ്റിന് നമ്മൾ പ്ലെയിൻ വാട്ടർ ആയിരിക്കും. വേറെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിരിക്കുന്നത് എന്താ? ബ്ലാക്ക് കളർ. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ബ്ലാക്ക് ഇൻ കളർ തന്നെയാണ്. അത് സത്യമാണ്. റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. 120 kg/cm പ്രഷർ ആണ്. 7 m³ വോളിയം ആണ്. -182 എന്താണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, എനിവേ അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഓക്കെ, എനിവേ വെരി ഗുഡ്. അടുത്തേക്ക് പോലെ അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. For removing the water vapor from the acetylene gas, the material used is paper filters, pumic stone, filter wool, steel wool. Okay, remove the water vapor എന്താണ്? pumic stone ആണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊന്നും അധികം സംശയം വരാൻ പാടില്ല. അതൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് തെറ്റ് വരാൻ പാടില്ല. ഫിൽറ്റർ വൂൾ ഈസ് യൂസ് ടു റിമൂവ്. ഫിൽറ്റർ വൂൾ ഈസ് യൂസ് ടു റിമൂവ് ammonia, water vapor, phosphorated hydrogen, lime dust.
ഇവിടെയും കുറച്ചു പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. ലൈം ടെസ്റ്റ് ഈസ് റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക കേട്ടോ, ഇതൊന്നും തെറ്റ് വരുത്താൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ലീഡർ ബോർഡ് ചെക്ക് ചെയ്യാം. നിലവിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മുഹമ്മദ് തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മുഹമ്മദ്, പ്രബീഷ്, യൂനിസ്, ഷാജി, സൂരജ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 11ാമത് ചോദ്യം. In which one of the compartment acetylene gas purifier is removed sulfurated and phosphorated hydrogen? Third, first, fourth, second. Okay. Third, first, fourth, and second. ഇവിടെയും കുറച്ചു പേർക്ക് തെറ്റ് വന്നിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? റിവൈസ് ചെയ്തില്ലേ? ഫസ്റ്റിലേതാ വരിക? ഇൻ ഫസ്റ്റിൽ ഏത് വരും? 3 കമ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? 3 കമ്പാർട്ട്മെന്റ് കൃത്യം പറഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്യൂമിക് സ്റ്റോൺ ആണ്, അബ്സോർബിംഗ് മോയിസ്ചർ ആണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സെക്കൻഡ്, പ്യൂരിഫൈങ് മെറ്റീരിയൽസ് ആണ്, അവിടെ സൾഫറേറ്റ് ആൻഡ് ഫോസ്ഫറേറ്റ് ഹൈഡ്രജൻ ആണ് വരിക. തേർഡ് വൺ ഫിൽറ്റർ ബോൾ ആണ്, അവിടെ നമുക്ക് ഡസ്റ്റ് ആൻഡ് അതർ ഫോറിൻ മെറ്റീരിയൽസ് ആണ്. ലൈം ടെസ്റ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിൽറ്റർ ബോൾ ഈസ് ദ റൈറ്റ് ആൻസർ. 3 കമ്പാർട്ട്മെന്റ്സ് ഒരു ക്വസ്റ്റ്യൻ അത് മോസ്റ്റ് എക്സ്പെക്ടഡ് ആണ്, കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കൺവെൻഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രയും പോയി പഠിച്ചാൽ മതി. നിങ്ങൾ 3 കമ്പാർട്ട്മെന്റിനെ കുറിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ എന്തൊക്കെ വന്നു അറിയിക്കുക, അത് എന്തൊക്കെയാണ് ഫിൽറ്റർ ചെയ്ത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആകെ 6 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളൂ. 6 പോയിന്റ് പഠിച്ചാൽ ചിലപ്പോൾ 1-2 ചോദ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടിയേക്കാം. ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സംഭവമാണ് അമോണിയ എന്ന് പറയുന്നത്. അതായത് അമോണിയ ഈസ് റിമൂവ്ഡ് when it passes through water. അമോണിയ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? passes through water. ഓക്കെ, നെക്സ്റ്റ് വൺ. 12ാമത്തെ ചോദ്യമാണ്. The small metal particles which are thrown out of the arc during welding is called spatters, porosity, overlap, blowhole. വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്പാറ്റേഴ്സ് ആരും തന്നെ തെറ്റിച്ചിട്ടില്ല. 13ാമത്തെ ചോദ്യം. Porosity in weld is due to. Welding current too high, low welding speed, impurities on the job, or wrong size of the electrode. ഓക്കെ, ആക്ച്വലി വെൽഡിംഗ് കറന്റ് 2 ഹൈയും ഇമ്പ്യൂരിറ്റീസ് ഓൺ ദ ജോബും കൃത്യമായ ആൻസർ തന്നെ വരുന്നതാണ്. അപ്പൊ ഈ വെൽഡിംഗ് കറന്റ് 2 ഹൈ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായി തന്നെ എഴുതി വെച്ചതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഇതിൽ എന്ത് ചെയ്തത്, നമ്മൾ ആഡ് ചെയ്തത്. പക്ഷെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഈ വെൽഡിംഗ് കറന്റ് 2 ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? അത് എനിക്ക് തോന്നിയിരുന്നു എല്ലാവരും ഇമ്പ്യൂരിറ്റീസ് ഓൺ ദ ജോബ് എഴുതുമെന്ന്. പക്ഷെ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ആൻസർ ആയിട്ട് വന്നേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ. 14ാമത്തെ ചോദ്യമാണ്. Slag should be removed after completion of each pass, after 2 pass, after 3 pass, on route run. ഇതിന് ആരും തെറ്റിക്കില്ല എന്നൊരു വിശ്വാസം. ഓക്കെ, എന്നാലും കുറച്ചുപേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഈച്ച് പാസ്. എല്ലാ പാസിലും നമ്മൾ എന്ത് ചെയ്തിടണം? സ്ലാഗ് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നിലവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഷാജി ഷെരീഫ് അല്ലേ? ഐ ഹോപ്പ് ഷാജി ഷെരീഫ്. ഓക്കെ, അപ്പൊ ഷാജി ഷെരീഫാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പ്രബീഷ്, യൂനിസ്, മുഹമ്മദ്. ഓക്കെ, അതായത് മാർക്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സൂരജ്, ഹൈ സൂരജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. In left-to-R technique, the blow pipe angle is. 20 to 30, 40 to 50, 60 to 70, 80 to 70.
ഓക്കെ 60 to 70 is റൈറ്റ് ആൻസർ. അത് റൈറ്റ് ഹാൻഡ് ടെക്നിക് ആണെങ്കിൽ മാറും. എത്രയിലേക്ക് മാറും? റൈറ്റ് ഹാൻഡ് ടെക്നിക് ആണെങ്കിൽ എത്ര ഡിഗ്രി വരിക? റൈറ്റ് ഹാൻഡ് 40 to 50 വരും. അത് ഓർത്തിരിക്കാട്ടോ, ഇത് അങ്ങോട്ടും മാറിപ്പോരുത് ഒരു കാരണവശാലും. ഓക്കെ, അപ്പോൾ നമുക്ക് 15 ചോദ്യങ്ങളായിരുന്നു ഇപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരുന്നത്. നമ്മൾ ഏകദേശം 10 to 15 സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇൻ ക്ലാസ്. പക്ഷെ നമുക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ 15 തൊട്ട് 16 തൊട്ട് 20 വരെ നടത്താം അല്ലെ? 16, 17, 18 അത് 3 സെക്ഷൻ മതിയോ? 3 പോരെ? 16, 17 to 18 മതി. 16, 17, 18 മതി. 5 സെക്ഷൻ ഇച്ചിരി ഓവർലോഡ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത 3 സെക്ഷൻ എല്ലാവരും തന്നെ റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. കാരണം നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു ചോദ്യം ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തെറ്റരുത്. കാരണം നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് നമ്മൾ പഠിക്കുന്ന കാര്യം വ്യക്തമായി പഠിക്കുന്നത്. ഇപ്പോഴും കുറെ പേർക്ക് തെറ്റൊക്കെ വന്നിട്ടുണ്ട്. ആ തെറ്റൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കണക്ട് ആവാൻ കുറച്ച് ലാഗ് ആയിരുന്നു. ഈ മൊബൈലിൽ നിന്നായതുകൊണ്ടാവില്ല, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അത് കുഴപ്പമില്ല, അടുത്ത തവണ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള വേരിയേഷൻ നിങ്ങൾ നോക്കണ്ട, ഇത് ജസ്റ്റ് ടൈമും കൂടെ ബേസ് ചെയ്തിട്ടാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വന്റ് റിവിഷൻ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് മൊത്തം വർക്ക്ഔട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യരുത്, അതിൽ നിന്ന് ബാക്കോട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്നാല് നമുക്ക് ലാസ്റ്റ് സെക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല. ഒരു 2 ക്ലാസ്സും കൂടെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അത് എടുക്കാത്തതാണ്. കാരണം നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നൊരു തോന്നൽ വേണ്ടല്ലോ. നമുക്ക് അത് അവസാനം എടുക്കാം കേട്ടോ. അതുവരെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പോട്ടെ. മറ്റേ നമുക്ക് ഒരു 1-2 ക്ലാസ് കൊണ്ട് നമ്മൾ തീർക്കാത്തതാണ്. ഓക്കെ, കാരണം എക്സാം വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞൊരു ചിന്ത വരരുത് നമുക്ക്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? നമുക്ക് എല്ലാ ആഴ്ചയും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഒരാഴ്ച നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. അതായത് ടച്ച് വിട്ടു പോകരുത് ഒരു കാരണവശാലും. ചിലപ്പോൾ ഇതേ മോക്ക് ടെസ്റ്റ് വീണ്ടും വീണ്ടും ചിലപ്പോൾ നടത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ബോറടിക്കുകയും ചെയ്യരുത്. ഓക്കെ, എത്ര തവണ കൊണ്ട് അത്രയും നല്ലതല്ലേ? അത് നിർത്തിയാലോ നമുക്ക്? എന്നാലേ അധികം സമയം എടുത്തിട്ടില്ല, 10-20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കളിയൊക്കെ തുടങ്ങുന്ന സമയമായി തോന്നുന്നു അല്ലെ? 7:30. അതുകൊണ്ടാണ് 7:30 7:30 പറഞ്ഞപ്പോ 7 മണിക്ക് നടത്തിയാൽ മതി എന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ, വർക്ക് ഉണ്ട്. ഓക്കെ, റെക്കോർഡ് സെക്ഷൻ അപ്ഡേറ്റോ? നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതേ സ്പിരിറ്റ് അപ് ടു എക്സാം മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.